ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ കുക്കിംഗ് വീഡിയോ. ഇന്നപ്പോൾ ഞാനൊരു ബ്രൗണി ഉണ്ടാക്കാൻ പോവാണേ. കുറേ കാലമായിട്ട് ഞാൻ ഉണ്ടാക്കണം വിചാരിക്കുന്ന ഒരു സാധനമാണ് ബ്രൗണി. ഇപ്പോൾ ലാസ്റ്റ് ടൈം ആച്ചും ഇതൊക്കെ സമ്മർ വെക്കേഷൻ വന്ന സമയത്ത് തന്നെ ബ്രൗണി ഉണ്ടാക്കി തരാൻ പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ അന്നിങ്ങനെ ഓരോ ഇതായിട്ട് ഇങ്ങനെ മാറ്റി വെച്ച് നടന്നില്ല. ഇപ്രാവശ്യം ആച്ചുമണി ഫസ്റ്റ് വന്നപ്പോഴേ പറഞ്ഞിരുന്നു ബ്രൗണി ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഓളിവിടെ ഇല്ല, ഓള് പല്ല് ഡോക്ടറെ കാണാൻ വേണ്ടി പുറത്ത് പോയിരിക്കുക. അപ്പോൾ ആച്ചുമണി വരുമ്പോഴേക്കും ബ്രൗണി സെറ്റാക്കി വെക്കണം. എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് 2-3 ദിവസമായി ഇങ്ങനെ ഇവർ പറയണം. അപ്പോൾ ആച്ചും വിധുവും ആദ്യമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം എന്തായാലും ഒരു ബ്രൗണിക്ക് പറ്റിയൊരു ക്ലൈമറ്റാണ്. നല്ല മഴ ചാറുന്നുണ്ട്. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല, അല്ലേ ഞാൻ അപ്പോൾ ആദ്യം കടയിൽ വിട്ട് വാങ്ങിപ്പിച്ചു. മെയിൻലി എനിക്ക് മടിയായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാണ്ട് നീട്ടി വെക്കണം. അപ്പോൾ ഇന്ന് ഇവരിങ്ങനെ കുറേ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ സാധനങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കണതുകൊണ്ട് എനിക്കൊരു സ്ട്രെസ്. എനിക്ക് ബേക്കിംഗ് എപ്പോഴും കുറച്ച് സ്ട്രെസ്സുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാം സെറ്റാക്കി ചെയ്താലും ആ ബേക്ക് ചെയ്യണ പ്രോസസ്സില്ലേ, അത് ഫ്ലോപ്പായാൽ എല്ലാം ഫ്ലോപ്പായല്ലോ. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു സ്ട്രെസ് ഇല്ലാതില്ല. പക്ഷെ എന്നാലും നോക്കി നോക്കാം, ഫസ്റ്റ് ട്രൈ അല്ലേ, ഫ്ലോപ്പായാലും കുഴപ്പമില്ല, പിന്നെ ഇവരൊക്കെയല്ലേ കഴിക്കണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ ബട്ടറും ചോക്ലേറ്റും കൂടി മെൽറ്റാക്കാൻ പോവാണ്. ഇതിൽ ഒരു 200 ഗ്രാം ബട്ടർ ഉണ്ട്, അല്ല സോറി ചോക്ലേറ്റ് ഉണ്ട്. ഇത് 100 ഗ്രാം ബട്ടറാണ്. വാവ്, നൈസ്. നമുക്കിത് മെൽറ്റാക്കി എടുക്കാം. ഇതിന് താഴെ ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ, ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ്. ഇതിങ്ങനെ മെൽറ്റായി വരുമെന്ന് വിചാരിക്കണോ, അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടത്. ഇനി നമ്മൾ ഇതിക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറും 1/2 കപ്പ് മൈദയുണ്ട്. ഇത് രണ്ടും കൂടി നമ്മൾ ആദ്യം ഈ അരിപ്പേക്കാട്ടോ ഇടണേ. എന്നിട്ട് അതിങ്ങനെ അരിച്ചിട്ട് നമുക്ക് ഈ ബൗളിലേക്കാക്കാം. ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി അരിക്കണ സമയത്ത് അത് മിക്സ് ആവും, അല്ലെങ്കിൽ പറ്റിച്ചു, അല്ലെങ്കിൽ ഒന്നുകൂടി ഇളക്കി കൊടുത്താൽ മതി. ഇവിടെ നമ്മുടെ ചോക്ലേറ്റ് ഓൾമോസ്റ്റ് ഡബിൾ ബോയിലായി. കുറച്ചുകൂടി ആവാണ്ട്. ഇതിലെത്ര ഉണ്ടറിയോ, 1/4 കപ്പ് പഞ്ചസാര നമ്മൾ പൊടിച്ചിട്ട് ചേർത്തന്നു. പിന്നെ 2 മുട്ട. ഇത് ആദ്യം മിക്സിയിലിട്ട് പൊടിച്ചു. എന്നിട്ട് നമുക്കതിലേക്ക് 2 eggs. ഇത് 1/2 kg കേക്കിനുള്ള മെഷർമെൻ്റ് ആട്ടോ. ചെറുതായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. ബീറ്റർ വയ്ക്കുമ്പോൾ കുറച്ച് മിക്സ് ചെയ്യാൻ പാടുമെന്ന് ഞാൻ കേട്ടു. I mean 1-ലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് ഒക്കെ ആഡ് ചെയ്യണം. ഇനി നമ്മൾ ഇതിലേക്ക് വാനില എസൻസ് ആട്ടോ. വാനില എസൻസ് 1/2 സ്പൂൺ വാനില എസൻസ് ഇതാ. 1/2 സ്പൂൺ വാനില എസൻസും 1/4 സ്പൂൺ സോൾട്ട് ടു ടേസ്റ്റ്. അപ്പോൾ സോൾട്ടും കൂടി ഇട്ടിട്ട് നമുക്കിനി കുറച്ച് നേരം ബീറ്റ് ചെയ്യാം. ബ്രൗൺ ഷുഗറൊക്കെ എടുക്കണം, പക്ഷെ ബ്രൗൺ ഷുഗർ ഒന്നും ഇവിടെ ഇല്ലാത്തത് കാരണം ഞാൻ സാധാരണ ഷുഗർ ഇട്ടാലും കുഴപ്പമില്ലാന്ന് കണ്ടു. അപ്പോൾ നമുക്ക് സാധാരണ ഷുഗർ വെച്ചുണ്ടാക്കാം. നമ്മൾ ഈ സാധനം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ചോക്ലേറ്റ് മൊത്തം കൊട്ടുക. സീൻ അധികം നക്കാൻ വേണ്ടി പാത്രം വേണമെന്നാണ് പറയുന്നത്. നല്ല ചോക്ലേറ്റ് ആയി വന്നാൽ മതിയായിരുന്നു. ഈ സാധനങ്ങൾ കാണാല്ലേ നേരെ, സാധനങ്ങൾ ഇത്രയും ചിലവാക്കിയിട്ട് കേക്ക് നന്നായാൽ മതി എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്ക്. നമുക്കിത് ഇതുകൊണ്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിനെന്തായിരുന്നു പറയുക, സ്പാച്ചുല. ഗൈസ്, ആദ്യയുടെ അമ്മ ഒരു ബേക്കർ കേട്ടോ. ചോക്ലേറ്റ് കളർ ആവാത്ത എന്താടാ? ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. ഇനി അപ്പം ഇത് മിക്സ് ആയിട്ടോ മൊത്തം. നമുക്ക് ഈ പൊടി 2 times ആയിട്ടിടാം. ഇത് ഫസ്റ്റ് ഇടാം, പിന്നെ അടുത്തിടാം. ഈ മിക്സിങ് കുറച്ച് സ്ട്രെസ് ഉണ്ട്. ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്യാല്ലേ? പറ്റും, അവർ പറഞ്ഞു പറ്റുമെന്ന്. ആക്ച്വലി വിസ്ക് വേണം, പക്ഷെ എനിക്ക് വിസ്കില്ല. ഒരു വിസ്ക് വാങ്ങണം. കൊറോണ സമയത്ത് ഇവിടെ മൊത്തം ബേക്കിംഗ് ആയിരുന്നു ഗൈസ്. ഇപ്പോൾ പക്ഷെ ബേക്കിങ്ങേ ഇല്ല. ഇത് കുറച്ച് നേരം മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിട്ടിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് കാണാം കേട്ടോ.
ഓൾമോസ്റ്റ് മിക്സ് ആയിട്ടുണ്ട്. പക്ഷെ ഒട്ടും ഇതില്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് 2 വട്ടമായിട്ട് ആഡ് ചെയ്യാന്ന്, പക്ഷെ ഞാൻ 3 വട്ടമായിട്ട് ആഡ് ചെയ്ത കേട്ടോ. ടോട്ടൽ ആ 1 കപ്പ് അല്ലല്ലോ, നമ്മൾ 1/2 കപ്പ് മൈദയും 1/4 കപ്പ് കോക്കോ പൗഡറും 3 വട്ടമായിട്ടോ ആഡ് ചെയ്തേ. എന്നാലാണ് ആ മിക്സിങ് കറക്റ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ കട്ടയൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് വെക്കാം. അതിന് ആ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഇങ്ങനൊരു സംഭവത്തിലാണ് ഉണ്ടാക്കണം, ഞാൻ ഓവനിൽ ഉണ്ടാക്കണില്ല, റിസ്ക് എടുക്കണില്ല. അപ്പോൾ ഈ സാധനത്തിനകത്ത് ആ ഒരു സ്റ്റീലിൻ്റെ ഒരു ട്രേ പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഇനിയാണ് അത് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തു. ഇനി നമ്മളിത് ആ ട്രേയിലേക്ക് ആക്കിയിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കും. ഓക്കെ, മൈ അസിസ്റ്റൻറ്റ് കട്ടിങ് ബട്ടർ പേപ്പർ. ശരി, എലി കടിച്ച ബട്ടർ പേപ്പർ. ഗൈസ്, ഇതാണ് നമ്മുടെ പാത്രം. ഇതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അയ്യോ ശരിയാവണേന്ന് അയ്യോ ഇതിലിതൊന്നുമില്ലടാ. ദിസ് ട്രേസ് വെരി ബിഗ്. 1 കിലോൻ്റെ ട്രേയിൽ നമ്മൾ 1/2 കിലോ കേക്ക് ഉണ്ടാക്കുകയാണ്. ഇത് പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ഇതൊന്നും ഇടാത്തതുകൊണ്ട് മറ്റേ കേക്കിൻ്റെ പോലെ പൊന്തി വരുമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു ശരി. ഗൈസിൻ്റെ കയ്യിൽ മൊത്തം ചോക്ലേറ്റ് ആയതാട്ടോ അതൊക്കെ. അപ്പോൾ ഇനി കുറച്ച് ചോക്ലേറ്റ് പീസസ് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇടാം. അപ്പോൾ അത് മെൽറ്റായിട്ട് നിൽക്കും എന്നാണൊക്കെ പറയണേ. അത് നിങ്ങൾക്ക് വേണ്ട അത്ര ഇട്ടോ, ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. ശരിക്കും ഈ മുകളിൽ കുറച്ച് റാൻഡം ആയിട്ട് കുറച്ച് പീസസ് ഒക്കെ മതി, ഞാൻ കുറച്ചധികം റാൻഡം ആയിട്ട് ഇടുന്നുണ്ട്. ഇനിയും വേണമെങ്കിൽ ഇനി ഇട്ടോട്ടോ. നമുക്ക് ഒരു ഇത്രയൊക്കെ ഇട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്കിത് നമ്മളെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഈ സാധനം വെക്കാൻ പോകാട്ടോ. അതിപ്പോൾ കുറച്ച് നേരം പ്രീ ഹീറ്റ് ചെയ്തു, ഒരു 10 മിനിറ്റ്സ് ഒക്കെ. പക്ഷെ അത് ചെറുതായിട്ട് തണുത്തുപോയി, അപ്പോൾ പിന്നെയും കുറച്ച് നേരം വെച്ചു. ഇനി നമുക്കിത് അയ്യോ ഇതെങ്ങനെ എടുക്കുക. നമുക്കിത് വേഗം അടച്ച് വെച്ചിട്ട് ഫോയിൽ കൊണ്ട് കവർ ചെയ്യണ്ടല്ലോ ഗൈസ്. അപ്പോൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഫ്ലോപ്പ് മണക്കുന്നുണ്ട്, ബിക്കോസ് എന്തിലാണ് ഇങ്ങനെ ടൈമിങ്ങിൻ്റെ കാര്യത്തിനൊക്കെ ചെറിയൊരു കൺഫ്യൂഷൻ. എന്തായാലും ഒരു 30 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. നമുക്കതായിട്ട് കാണാം. എനിക്കിഷ്ടമില്ലാത്ത പാട്ട് എന്താ വെച്ചാൽ ഇതിൻ്റെ ക്ലീനിങ് ആണ്. കുറേ പാത്രങ്ങൾ കഴുകാണ്ടാവും ഈ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ. കണ്ടോ, ഇതിൻ്റെ സംഭവാനികൾ മൊത്തം ക്ലീൻ ചെയ്യാണ്ട്. അപ്പം ഞാൻ പോയിട്ടത് ഇനി ബേക്ക് ആവുന്ന ടൈമിൽ ഞാൻ ഈ പാത്രമൊക്കെ കഴുകട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളെ സാധനം നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇതേ എന്താ ഷേപ്പ് റൗണ്ടാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ കുറച്ചു നേരം ആയപ്പോൾ ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ ഇത് കറക്റ്റൊക്കെ തന്നെയാണ്. ഇനി കരിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. കരിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് വരിക. ചാച്ചുക്ക് വെയിറ്റിംഗ് ആണ് അല്ലേ, കേക്ക് വേണ്ടേ? അപ്പൊ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറിട്ട് വേറെ ട്രേക്ക് ആക്കിയിട്ട് കാണാം. ഇത് മറച്ചിട്ടിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ അറിയാം എന്താ അതിൻ്റെ അവസ്ഥ. കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. കരിഞ്ഞിട്ട് ഓ ഷിറ്റ്, മാറണ്ട അവിടെ നിന്ന്. കരിഞ്ഞിട്ടില്ല ഗൈസ്, ഭാഗ്യത്തിന് കരിഞ്ഞിട്ടില്ല. നമുക്ക് ഈ ഒരു ബട്ടർ ചാച്ചുവിന് നിന്നോട് അടിയിട്ടു കേട്ടോ. ഈ ബട്ടർ പേപ്പർ മാറ്റിയിട്ട് എന്താ കിട്ടാത്ത കരിഞ്ഞിട്ടില്ലടാ. പക്ഷെ പുറത്തൊരു കരിഞ്ഞ മണം വരുന്നുണ്ടല്ലോ. ഒറ്റയടിക്കൊന്നും കിട്ടിയിട്ടില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ചോക്ലേറ്റി ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് ഇപ്പുറത്തെ സൈഡിന് എങ്ങനെ കാണുക? വേറെ പ്ലേറ്റ് വേണം. ഓ ഷിറ്റ്, ഫാന്റാസ്റ്റിക് ഇലാസ്റ്റിക് ആൻഡ് ബോംബ്ലാസ്റ്റിക്. പീസസ് ആക്കിയിട്ടുണ്ട് നമ്മൾ. സോ നമുക്കിനി ടേസ്റ്റ് ചെയ്യാം. അപ്പം ഇനി ടേസ്റ്റിംഗ് സെഷൻ ആണ് നടക്കാൻ പോകുന്നത്. ഓരോരുത്തരായിട്ട് എടുക്കുക. ചാച്ചു ചൂടുണ്ടോ? അത് എടുക്കടാ.
എന്തൊക്കെയാണ് ഈ ലെയർ നല്ല ഇങ്ങനെ ഊയായിട്ടും താഴത്തിലേറിയ കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടോ അച്ചുമണിയെ? എനിക്ക് ഇഷ്ടപ്പെട്ടോ? ശരിക്കും ഇഷ്ടപ്പെട്ടോ? എന്താ ഓവറാക്ട് ചെയ്യണ്ട. കരിഞ്ഞ ടേസ്റ്റ് ഇല്ല കഴിച്ച്. ഇനി ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. ചൂടുണ്ട്. നോട്ട് ബാഡ്. ചൂടുണ്ടല്ലേ? ചെറിയ ചൂടത്ത് കൊള്ളാം. അമ്മ കേക്ക് വെച്ചോക്കും. മുത്തശ്ശ കേക്ക് ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ അമ്മ? ഓ സൂപ്പർ. ഇവിടെ മാങ്ങ എത്തി. ലുക്ക് ഞാൻ വിചാരിച്ച മാതിരി ആയില്ല. ഞാൻ വിചാരിച്ചത് മുകളിൽ ഇങ്ങനെ കുറച്ച് തന്നെ ഫഡ്ജി ആയിട്ട് നിൽക്കുന്നതാണ്. പക്ഷെ ടേസ്റ്റ് ഇസ് ഗുഡ്. അതിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാവർക്കും കൊടുക്കട്ടെ ഗൈസ്. ഇപ്പം സംഭവം ഉണ്ടാക്കാൻ സിമ്പിളാണ്. ഇത് ക്ലീൻ ചെയ്യാൻ കുറച്ച് പണിയുണ്ടെന്നുള്ളൂ. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ ക്യാമറ വിടാനുണ്ട്. സോറി. അച്ചുമണിയെ ഹാപ്പി അല്ലേ? കഴിഞ്ഞ വട്ടം ഉണ്ടാക്കാൻ തരാൻ പറ്റാത്ത ഇപ്രാവശ്യം ഉണ്ടാക്കി തന്നു. ഓക്കെ ഓക്കെ ഗൈസ്, ബൈ.